എന്താണ് ഈ ഷിഗല്ല അഥവാ ഷിഗല്ലോസിസ്? ഒരു ബാക്ടീരിയയാണ് ഈ ഷിഗല്ല. മലിനമായ ജലം, കഴിക്കുന്ന ഭക്ഷണം ശുചിത്വമില്ലായ്മ, കൈ ശുചിത്വമില്ലായ്മ, ഇതുവഴിയെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ നമ്മളുടെ കുടലിലേക്ക് എത്താവുന്ന ഒരു ബാക്ടീരിയയാണ് ഷിഗല്ല. കുടലിലെത്തിയതിനു ശേഷം അവിടെ കിടന്ന് പെറ്റുപെരുകി അവിടുത്തെ കുടലിൻ്റെ ത്വക്കിൽ ഇത് അൾസറുകളോ ഇൻഫെക്ഷനുകളോ ഉണ്ടാക്കാം. നമ്മളുടെ രക്തത്തിലേക്കും ഇത് പടരാം. ഈ ഒരു രോഗാവസ്ഥയുടെ മൂർച്ഛയെയാണ് ഷിഗല്ലോസിസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്? കഠിനമായ ഛർദിൽ, വയറുവേദന, വയറിളക്കം, വയറ്റിൽ നിന്ന് പോകുമ്പോൾ ചോരമയവും കഫമയവും ഉണ്ടാവുക. രക്തം കലർന്ന വയറിളക്കത്തിൻ്റെ പേരാണ് ഡിസെൻട്രി എന്നുള്ളത്. ഈ ഷിഗല്ല ഡിസെൻട്രിയുടെ രോഗാവസ്ഥ കടുക്കും തോറും ആളുകൾക്ക് ബോധക്ഷയവും ബോധക്കുറവും വരാം, നിർജ്ജലീകരണം വരാം. ആ സമയത്ത് BP കുറയുകയും അത് മുഖാന്തരം ജീവന് അപകടം വരെയും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്താം. എങ്ങനെയൊക്കെ ഈ ഷിഗല്ല എന്ന രോഗാവസ്ഥയെ നമുക്ക് പ്രതിരോധിക്കാം? നമ്മൾക്ക് മനസ്സിലായി, ഇത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും നമ്മളുടെ കൈകളുടെ ശുചിത്വമില്ലായ്മയിലൂടെയും പകരുന്ന ഒന്നാണെന്നുള്ളത്. അതിനാൽ തന്നെ നമ്മൾ വെള്ളം തീർച്ചയായും ചൂടാക്കിയതിനു ശേഷം മാത്രം, അതായത് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ, എസ്പെഷ്യലി പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ വേവിച്ച് കഴിക്കുക. വഴിയോര ഭക്ഷണശാലകളിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കാര്യം നമ്മളുടെ മനസ്സിലുണ്ടാവണം, നമ്മളുടെ ശുചിത്വം പോലെ തന്നെ ഭക്ഷണം പാചകം ചെയ്യുന്നവരുടെയും ശുചിത്വം വളരെ പ്രധാനമാണ്. അതിനാൽ ശുചിത്വമുള്ള ഭക്ഷണശാലകളിൽ നിന്ന് മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളൂ. എപ്പോഴൊക്കെ നമ്മൾ ശൗചാലയങ്ങളിൽ പോകുന്നു, അതിനുശേഷം നമ്മളുടെ കൈകൾ കഴുകി വൃത്തിയാക്കി സാനിറ്റൈസർ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ജീവിതചര്യയാക്കി മാറ്റുക. ഇപ്പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിലൂടെ ഷിഗല്ല അണുബാധ നമുക്ക് വരുന്നത് നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ്.